അങ്ങനെ പിന്നെ നമ്മുടെ നോമ്പും പെരുന്നാളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പഴയ റൂട്ടീനിലേക്ക് തന്നെ കിടക്കുകയാണ് കേട്ടോ. ഇന്ന് മുതൽ എനിക്ക് പൊതുവേ തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് രാവിലെ എണീറ്റിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കൽ. ഇത്രയും ദിവസം അതിനൊരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് നോമ്പില്ലെങ്കിലും അവർക്ക് തലേദിവസം രാത്രി ഉണ്ടാക്കിയ കടികളാണ് അധികവും കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓട്ടടയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനുള്ള അരിയൊക്കെ രാത്രി തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ എൻ്റെ ഡ്രിങ്ക് ഈ ഒരു തേങ്ങ വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ബീഫൊക്കെ മുറിച്ച് നല്ല സെറ്റാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരട്ടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ലഞ്ചിലേക്കും എടുക്കാം, അതുപോലെ ഓട്ടടയിലേക്കും എടുക്കാമല്ലോ. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് കേട്ടോ കുറച്ച്, ഇന്ന് കറിക്കായിട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ നേരത്തെ കെറ്റിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം നമ്മുടെ ഓട്ടടേൻ്റെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാം. ചില ദിവസം ഓട്ടട അങ്ങ് സെറ്റായി കിട്ടലില്ല. ഇന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റും അതുപോലെ ബബിൾസൊക്കെ വന്നിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓട്ടടേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറ് വെന്ത് വന്നപ്പോൾ വാർത്തും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മോർണിംഗിലെ വിശേഷങ്ങളെ.